നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ബയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ചപ്പ് ചവറ് പോലെയാണ് ബയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഫൗണ്ടൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ പല രീതിയിൽ പല ഡിസൈനായിട്ട് നമ്മൾ ബയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ട്രിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളുടെ ബയോകൾ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇങ്ങനത്തെ ഫൗണ്ടൊക്കെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ പോയതിന് ശേഷം നിങ്ങൾ ആ ഫൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടത് ഫൗണ്ട് ഒന്ന് കോപ്പി ചെയ്തെടുക്കണം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കോപ്പി ദിസ് എന്ന്. അത് ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ പോകുക. എന്നിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്തതിന് ശേഷം നമുക്ക് 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സ് ഉണ്ടാകും. താഴെ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അക്കൗണ്ട് കാണാൻ സാധിക്കും. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അക്കൗണ്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് സൈപ്പ് ചെയ്തെടുക്കണം. കണ്ടോ, പെർമിഷൻ സൈഫ് അക്കൗണ്ട്. നമ്മൾ അതിന് ശേഷം അതിന് പെർമിഷനൊക്കെ നെക്സ്റ്റ് അടിച്ച് ഒന്ന് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കാറ്റഗറി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആർട്ടിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാറ്റഗറി എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതൊന്ന് നെക്സ്റ്റ് അടിച്ച് കൊടുക്കണം. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനതൊന്ന് നെക്സ്റ്റ് അടിച്ചു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടോ ക്രിയേറ്റർ എന്നും കാണാൻ സാധിക്കും, ബിസിനസ് എന്നും കാണാൻ സാധിക്കും. നമ്മളിത് ബിസിനസ് അക്കൗണ്ട് ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. ബിസിനസ് അക്കൗണ്ട് ആക്കിയിട്ട് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളെ ഫോൺ നമ്പറും നമ്മളെ ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളവിടെ ഫേസ്ബുക്ക് ഒന്ന് ഉണ്ടാകും. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്കടിച്ച് കളയുക. ഫേസ്ബുക്കിലൊന്നും യാതൊരു കണക്റ്റും വേണ്ട. അതിനുശേഷം വേണ്ടവർക്ക് കണക്ട് ചെയ്യാൻ കേട്ടോ, നമ്മളതൊന്ന് തെറ്റടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇതിന് ശേഷം നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കണം, ഒന്ന് താഴേക്ക് വലിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് എഡിറ്റ് വന്നു കഴിഞ്ഞു നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ഇത് ബിസിനസ്സായി. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും താഴെ കോൺടാക്റ്റ് ഓപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബിസിനസ് എന്ന നമ്പർ എന്നൊക്കെ കാണാൻ സാധിക്കും. നമ്മളവിടെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ സിറ്റി, നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളെ അഡ്രസ്സ് ഏതാണ് അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇതാക്കി നോക്കുക. ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കും സിപ്പ് കോഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സംഭവം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ കോപ്പി ചെയ്ത സംഭവം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേജ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിതിന്ന് താഴേക്ക് എഡിറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളെ എഡിറ്റ് പ്രൊഫൈലിൽ വന്നതായിട്ട്. എന്നിട്ട് താഴെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രൊഫൈൽ ഡിസ്പ്ലേ എന്ന് കാണാൻ സാധിക്കും. നമ്മളതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴെയായിട്ട് ഡിസ്പ്ലേ കോൺടാക്റ്റ് ഇൻഫോ എന്നൊരു സംഭവം ഡിസേബിൾ ആയിരിക്കും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സംഭവം ഇവിടെ എനേബിളായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് ബയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണിത്. അപ്പോൾ ഈ ബയോന്റെ ഫൗണ്ടൊക്കെ നിങ്ങൾ എന്താക്കുക, വേറെ ഇവിടെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ബയോ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവണമെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും വീഡിയോ യൂസ്ഫുൾ മാർക്ക് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും താഴെ ബോക്സിലേക്ക് കൊടുക്കുക. ഇതുപോലത്തെ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ എൻ്റെ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ നിർമ്മിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു കിട്ടുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.